നമസ്കാരം. 9-1 മലയാളം ന്യൂസിലെ മുഖവും മൊഴിയും എന്ന ഇന്നത്തെ സെഗ്മെന്റില് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ആനേടി സംഗീത ഗ്രാമത്തിന്റെ സ്ഥാപകരായ സംഗീത അധ്യാപക ദമ്പതികളായ പങ്കജാക്ഷൻ സാറും ചന്ദ്രിക ദേവി ടീച്ചറുമാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതലേ സംഗീതം മനസ്സിലുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ സാറ് സംഗീതം പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു സംഗീത ജീവിതത്തിൽ സാറിന്റെ മാതാപിതാക്കൾക്ക് എത്രത്തോളം പങ്കുണ്ടായിട്ടുണ്ട്? പിന്നെ അതേപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ സാറിനെ തേടിയെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചെയ്യും. എൻ്റെ അച്ഛന് ഭജനക്കാരനാണെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഈ ഭജനക്കെട്ട് കുടുംബം ആയിപ്പോയാളല്ലോ. അപ്പം അതും സംഗീതം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മാരകത്തിന് വേണ്ടിയാണ് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് നാരായണ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ്, നാരായണ കൾച്ചറൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ പേരിൽ ഇവിടെ തന്നെ കുട്ടികൾക്ക് വായിച്ച് വളരാൻ വേണ്ടി ഭാമിനി ഗ്രന്ഥശാല ഈ സ്കൂളോടൊപ്പം പ്രവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്മരണയ്ക്ക് മുമ്പിൽ രണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഞാൻ പോകുകയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരം പ്രധാനമായി പറയാനുള്ളത് സംസ്ഥാന ഗവൺമെൻറ് സാഹിത്യ സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് കിട്ടി. പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാഞ്ചി കർമ്മകൂടി വീടും ആസ്ഥാന വിദ്യ ബഹുമതി കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടനവധി ചെറുതും വലുതും ധാരാളം പുരസ്കാരം എടുത്ത് പറയത്തക്ക രണ്ട് പുരസ്കാരങ്ങൾ ഇതാണ്. അല്ലാതെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ചെറുതും വലുതുമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാറിന്റെ പ്രണയകാലത്ത് ജാതി വ്യവസ്ഥ ഭയങ്കരമായിട്ട് കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ്. ആ സമയത്ത് ഈ പ്രണയവും സംഗീതത്തിന്റെ പേരിലാണ് പ്രണയം ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു സാർ? എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതായത് നേരിട്ട് വിവാഹം കഴിക്കാനൊക്കെ ഒരു സാഹചര്യം, പരസ്പരം കാണാൻ കഴിയാത്തൊരു സാഹചര്യം, പിന്നെ അവർക്ക് ജോലിയുള്ള ഒരു സാഹചര്യം, ധാരാളം കല്യാണ ആലോചനകൾ വരുന്ന ഒരു കാലം, എനിക്കൊന്ന് ജോലി ഇല്ലാത്തൊരു കാലഘട്ടം. അതിലൊക്കെ അപ്പുറം ജാതി എന്ന് പറയുന്ന ജാതി ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു ഘടകം. ജാതി തന്നെയാണ്. ആ ജാതിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ച് ഞാൻ കല്യാണം കഴിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നല്ല സംവിധാനത്തോടു കൂടി തന്നെ, നല്ല ചട്ടവട്ടത്തോടു കൂടി തന്നെ ഞാൻ ആളിനെ ഇവിടെ കൊണ്ടുവന്നു. മാണിക്യമംഗലത്ത് ജോലിയാണ്. മാണിക്യമംഗലത്ത് നിന്ന് അടൂർ കൊണ്ടുവന്നു. അടൂർ നിന്ന് സബ് രജിസ്റ്റർ ഓഫീസ് കൊണ്ടുവന്നു ഞാൻ കല്യാണം കഴിച്ചു. അതിനുശേഷം പിന്നെ അവിടെ ജോലി നഷ്ടപ്പെടുത്താനുള്ള പ്രശ്നമുണ്ടായി. അങ്ങനെ വരെയും നമുക്ക് ശത്രുതയുണ്ടായി അവരുടെ ഭാഗത്ത്. ഈ സംഗീതജ്ഞനായതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഉണ്ടാവാം. പ്രത്യേകിച്ച് സ്ത്രീകളാണ്. ഒരു പുരുഷനോട് അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ വരുന്നത്. ഒരുപാട് സ്ത്രീകളുടെ ആരാധനയും ആരാധന പാത്രമായ സാർ പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടോ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്? പ്രണയലേഖനം ഞാൻ അങ്ങനെ ഒരു ലേഖനങ്ങളുണ്ട്. പ്രണയലേഖനം ഞാൻ അങ്ങനെ ഒരു പ്രണയലേഖനക്കാരനല്ലായിരുന്നു. പിന്നെ ഒന്ന് രണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള അല്ലാണ്ട് അങ്ങനെ എല്ലാവരും എന്നോട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കൂടെ നമുക്ക് കല്യാണം കഴിക്കാനൊക്കെ പറ്റും. നമുക്ക് വ്യക്തിത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നമ്മൾ എടുത്തു എന്നുള്ളതാണ് അതിന്റെ. ടീച്ചറിന്റെ എന്ത് ക്വാളിറ്റിയാണ് സാറിന് പെട്ടെന്ന് ഒരു ആകർഷണമായിട്ട്? ടീച്ചറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ടീച്ചറിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതേയുള്ളൂ ക്വാളിറ്റി. എന്തും പാട്ടും പാടുകയും ചെയ്യും. ടീച്ചറെ കാണാൻ നല്ലതായിരുന്നു അങ്ങനെയൊക്കെയുള്ള. പിന്നെ വിധിയും, ഒരു വിധിയുണ്ട്, കല്യാണത്തിന് വിധിയുണ്ട്. അങ്ങനെ അതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്കത് ആ പ്രണയകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകുമ്പോ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും 4 വരികളായിരിക്കും. ഹൃദയത്തിലുരുകാത്ത ദാരിദ്ര്യ ദുഃഖമാം വെണ്ണയും കണ്ണീരാ പാൽക്കിണ്ണവും, ഹൃദയത്തിലുരുകാത്ത ദാരിദ്ര്യ ദുഃഖമാം വെണ്ണയും കണ്ണീരാ പാൽക്കിണ്ണവും, ഗോകുലപാലകനേകുവാൻ നിന്ന ഞാൻ വൃന്ദാവന കുളിർ തന്നലായി, വൃന്ദാവന സാരംഗമായി അഷ്ടപതിലയം. ടീച്ചർ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് സംഗീതം പഠിച്ചു. ഗൃഹനാഥനായപ്പോഴുണ്ട് ഒരു മാറ്റം എന്താണ്? അങ്ങനെ പറയാനായിട്ട് മാറ്റം എന്ന് പറയാനില്ല. ഞാൻ സാറെന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പോഴും അതെ സാറെന്നാ വിളിക്കുന്നത്. അന്ന് വിളിക്കുന്ന വിളിയാ ഇപ്പോഴും വിളിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങള് അങ്ങനെ വലിയ വഴക്കൊക്കെ ഇടാറുണ്ട്. വഴക്കൊക്കെ ചിലപ്പോ ഇടും. കുടുംബമല്ലേ.
പക്ഷെ എന്നാലും അന്നത്തെ ആ ഒരു പ്രേമകാലത്തുണ്ടായിരുന്ന സ്നേഹം തരി പോലും കുറഞ്ഞിട്ടില്ലെന്നാ ഞങ്ങളുടെ വിശ്വാസം. ഇന്നും ഞങ്ങളങ്ങനെ പോകുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കും, ഞാൻ ചോദിക്കും. ഒരു കാര്യത്തിലും ഞങ്ങളുടെ അഭിപ്രായം ഇല്ലാതെ ഒരു കാര്യത്തിലും, ഏത് കാര്യമായാലും, രാഷ്ട്രീയത്തിൽ ഇപ്പൊ കമ്മിറ്റിക്ക് പോകുന്ന കാര്യമായാലും ചിലപ്പോൾ ഞാൻ ഇന്നിനി പോകണ്ട, പോയില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്നിനി പോകണ്ടെന്ന് പറഞ്ഞാൽ നീ അങ്ങനൊക്കെ പറഞ്ഞാൽ പിന്നെ കേൾക്കും, ചിലപ്പോൾ പോകത്തില്ല. അത് ഞാൻ പറയും, എന്തെങ്കിലും കമ്മിറ്റിയുടെ പ്രധാന ഭാഗം നീ എന്നെ വിടാഞ്ഞത്, നീ വിടാഞ്ഞിട്ടാ, അങ്ങനെ ഒരു വഴക്കിൻ്റെതായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു അസ്വാരസ്യമില്ല, അന്നുമില്ല ഇന്നുമില്ല. ഈശ്വരന്റെ സഹായം കൊണ്ട് ഒരു നല്ല കുടുംബജീവിതമായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ പോകുന്നു. ടീച്ചർ അതേപോലെ നമ്മള് ടീച്ചറൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എത്ര വർഷം വിവാഹം കഴിച്ചിട്ട്? 44 വർഷം. 44 വർഷം എന്ന് പറയുന്നത് വലിയൊരു പീരീഡ്. ഇപ്പോഴുള്ള കുട്ടികൾ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ 1 വർഷമോ അല്ല 2 വർഷമോ കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവര് ഡിവോഴ്സിലേക്ക് പോകും. അത് ഈ കുടുംബജീവിതത്തിന്റെ നമുക്ക് അത്തരം കുട്ടികളോട്, അല്ലെ നമ്മുടെ മുൻപിലുള്ള കുട്ടികളോട് നമുക്ക് എന്താ പറയുന്നത്? കുടുംബജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് കുട്ടികള് പരസ്പരം ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത്. ഇപ്പം കൂടുതലും അന്നേരത്തെ ഉള്ള ഒരു താല്പര്യങ്ങൾ കാട്ടിക്കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ 4 പേരെ സ്നേഹിച്ചെന്ന് സാറ് പറഞ്ഞു. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുത്തിയെപ്പോഴും നോക്കാൻ സമ്മതിക്കത്തില്ല, ഞാനല്ലാതെ വേറെ ആളിനെ നോക്കാൻ പാടില്ല. അപ്പൊ അവിടെ തുടങ്ങും അസ്വാരസ്യം. അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ തീർന്നു, അവിടെ തീർന്നു, കാര്യങ്ങൾ കഴിഞ്ഞ്. പിന്നെ ഈ സാമ്പത്തികം വലിയ പ്രശ്നമാണ് കുടുംബജീവിതത്തിൽ. അത് പ്രണയിച്ചാലും ഇല്ലെങ്കിലും സാമ്പത്തികം വലിയ പ്രശ്നം. പരസ്പരം അറിഞ്ഞു പോയി ഓണം. പരസ്പരം അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കും എന്നോട് അത് പറഞ്ഞില്ലല്ലോ, ചോദിച്ചില്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ ആവട്ടെ. പക്ഷെ ഞങ്ങൾ അങ്ങനില്ല. ഈ എന്ത് കനകക്കട്ടിയായാലും ഞങ്ങൾ പരസ്പരം അറിഞ്ഞും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ത് പ്രശ്നം വന്നാലും എന്താ എന്നോട് ചോദിക്കും. അപ്പം നമുക്ക് പറ്റുന്ന സൊല്യൂഷൻ നമ്മൾ പറയും. കൊള്ളാവുന്നാണെങ്കിൽ എടുക്കും. ഞങ്ങളുടെ മക്കളോട് തന്നെ ഞങ്ങൾ വളർന്നു വന്നപ്പം സാമാന്യം ഭേദപ്പെട്ട മക്കളാ, കാണാൻ കുഴപ്പമില്ലാത്ത. പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അല്ലാതെ ഞങ്ങൾ പറയുന്നിടത്ത് പോകണമെന്നില്ല. അങ്ങനെ നമ്മൾ തിരക്കും. പക്ഷെ ജീവിതത്തിന് അടിസ്ഥാനം കിട്ടുമോ ഇല്ലയോ നമ്മൾ തിരക്കും. അത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അത് തന്നെ മതിയെങ്കിൽ അങ്ങനെ. എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കുടുംബജീവിതത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാണ്. തന്നെ പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് കുറെ കഴിയുമ്പോൾ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇച്ചിരി യാഥാസ്ഥിക കുടുംബമായിരുന്നു. അവിടെ നോക്കാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല, ഇരിക്കാനൊക്കത്തില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പം പരസ്യമായിട്ട് ജാതിപ്പേര് വിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നും എന്നോട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്ക് നിർത്താം. പക്ഷെ ഞാൻ പറഞ്ഞു ഇനിയും നമുക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് ജോലിയുണ്ട്. എനിക്ക് ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ പുള്ളിയെ തള്ളിക്കളഞ്ഞെന്നൊരു ദോഷം വേണ്ട, അത് പറ്റത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും പോകാം. ഇവിടെ പക്ഷെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കളെ വളർത്താനായാലും എനിക്ക് എൻ്റെ സമൂഹത്തിൽ വരുന്ന കാര്യങ്ങളായാലും. പിന്നെ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആയാലും ഇവിടെ ആയാലും എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ നല്ല ഇഷ്ടപ്പെടും, എന്നെ അല്ലാതെ കാണുന്നവരെ അതുപോലെയും കാണും. അതുകൊണ്ട് ആ ഭാഗത്തോട്ട് ആരെങ്കിലും എന്നെ സ്നേഹിച്ചു വരുവാണെങ്കിൽ അവരോട് അടുപ്പം കാണിക്കും. പന്തളം എന്നെ പഠിപ്പിക്കാൻ വന്നത് അവിടെ. പഠിപ്പിക്കാൻ വന്നപ്പോ ഉണ്ടായ കോലാഹലങ്ങളായിരുന്നു അങ്ങ് ആ കാലഘട്ടത്തില്. അവസാന സ്റ്റേജാണ് ഇത്. ഞാൻ ചോദിക്കുന്നത്, സാറും ടീച്ചറും കൂടെ ഒരേ വേദികൾ പങ്കിട്ടിട്ടുണ്ടാവുമല്ലോ സംഗീതം? ഉണ്ട്.